തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൺവെൻഷനിലെ കുട്ടികളുടെ യോഗം വിവാദത്തിൽ. മലങ്കര മാർത്തോമാ സഭയുടെ നിരണം മാരാമൺ ഭദ്രാസന കൺവെൻഷനിലെ കുട്ടികളുടെ യോഗത്തിന് നേതൃത്വം നൽകിയത് മാർത്തോമാ സൺഡേ സ്കൂൾ സമാജമായിരുന്നു. ജനറൽ സെക്രട്ടറി അച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ സമർപ്പണത്തോടെ സമാജം തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്ന വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. ജനുവരി 2 മുതൽ 5 വരെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൺവെൻഷനും നടന്നു. ഇതിലെ കുട്ടികളുടെ യോഗം പുതിയ പല മാറ്റങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. ആ വീഡിയോയും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കുട്ടികളുടെ കൺവെൻഷനിൽ 7 യുവ പട്ടക്കാരും യൂത്ത് ചാപ്ലിനും സദസ്സിനേക്കാളും ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള കൺവെൻഷൻ്റെ പ്രധാന സ്റ്റേജിൽ കയറി ഹുങ്കാമ ഡാൻസ് കളിക്കുന്ന വീഡിയോ അവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഈ വീഡിയോയിൽ 7 യുവ പട്ടക്കാരും
യൂത്ത് ചാപ്ലിനും മാത്രമാണ് ഉള്ളത്. കുട്ടികളെ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഈ 7 യുവപട്ടക്കാരും യൂത്ത് ചാപ്ലിനും മാത്രം സ്റ്റേജിൽ കയറി തിമിർത്ത് ഡാൻസ് ചെയ്യുന്നതും പാടുന്നതും എന്തിന് അടർത്തിയെടുത്ത് അവർ തന്നെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി വളരെ തിടുക്കത്തോടെ ഇങ്ങനെ അമിതമായി പ്രചരിപ്പിക്കുവാൻ ആവേശം കാണിച്ചു. എന്തിനാണ് എന്നാണ് വിശ്വാസ സമൂഹം ചോദിക്കുന്നത്. വിദേശ പള്ളികളിലെ VBS മാത്രം ലക്ഷ്യം വെച്ച് തങ്ങൾക്ക് ആടാനും പാടാനും കഴിവുണ്ട് എന്ന് ഒരു പരസ്യം നൽകുകയല്ലേ ഈ വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ പിറകിലുള്ള ലക്ഷ്യം എന്നാണ് വിശ്വാസികൾ സംശയിക്കുന്നത്. ആവേശത്തോടെ തങ്ങൾ ഡാൻസ് ചെയ്യുന്നത് മാത്രം പുറത്തിറക്കി പ്രചരിപ്പിച്ചതിൻ്റെ അകത്ത് ഒരു കച്ചവട ലക്ഷ്യം ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് വിശ്വാസികൾ സംശയം പ്രകടിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇനി വരാൻ പോകുന്ന വിദേശ ഇടവകകളിലെ VBSഉം വിദേശത്തെയും സ്വദേശത്തെയും പട്ടണ പള്ളികളിലെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ തങ്ങൾക്ക് ലഭിക്കണം എന്ന ഉദ്ദേശമാണ് ഇതിന് പുറകിൽ ഒളിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസികൾ പറയുന്നത്. സീനിയർ പട്ടക്കാരെ വരെ ഒതുക്കാനും മെരുക്കാനും വരുതിയിലാക്കാനും തക്കവണ്ണം കഴിവുള്ള ഒരു ലോബി പട്ടക്കാരുടെ ഇടയിൽ തന്നെ രൂപം കൊണ്ടിട്ടുണ്ടെന്നാണ് യാഥാർത്ഥ്യം. മുമ്പെങ്ങും കേട്ട് കേൾവി പോലുമില്ലാത്ത ഗ്രൂപ്പിസം പട്ടക്കാരുടെ ഇടയിൽ വളർന്നു വരുന്നത് സഭയുടെ നാശത്തിനാണെന്നാണ് വിശ്വാസികൾ പറയുന്നത്. കുട്ടികളെയും യുവാക്കളെയും കൈകാര്യം ചെയ്യുവാൻ തങ്ങൾ പ്രാപ്തരാണ് എന്നുള്ള ചിന്ത ജനിപ്പിച്ചുകൊണ്ട് അവരെ വഴിതെറ്റിക്കുവാനും മുതിർന്ന പട്ടക്കാരെ ഉൾപ്പെടെ അവഗണിക്കുവാനും ഒരുമ്പെട്ട് ഇറങ്ങിയിട്ടുള്ള നവാഗത പട്ടക്കാരുടെ ഇടയിലെ കോക്കസിനെ ഏവരും മനസ്സിലാക്കുക തന്നെ ചെയ്യണമെന്നാണ് അഭിപ്രായം. വിശുദ്ധ പട്ടംകൊട ശുശ്രൂഷയുടെ സമയത്ത് സഭ നൽകുന്ന കുപ്പായം ഡാൻസ് ചെയ്യുവാനും ആക്ഷൻ സോങ് കളിക്കുവാനുമുള്ള വേഷമല്ല. അത് പട്ടക്കാരുടെ സ്ഥാനവസ്ത്രമാണ്. ഒരച്ഛൻ എപ്പോഴും കുപ്പായത്തിൽ പ്രത്യക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഒരാത്മനിയന്ത്രണം കാത്തുസൂക്ഷിക്കുന്നതിനും കൂടിയാണ്. കൂദാശകൾ അർപ്പിക്കുകയും ആരാധനകളും വചന ശുശ്രൂഷയും നടത്തുകയും പൊതുയോഗങ്ങളിലും കമ്മിറ്റികളിലും അധ്യക്ഷം വഹിക്കുകയും ചെയ്യുന്ന അച്ഛന്മാർ സാധാരണ ജനങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ്. അതിൻ്റെ അടയാളം കൂടിയാണ് കുപ്പായവും കാപ്പയും. ആ വ്യത്യസ്തത കാത്തുസൂക്ഷിക്കുവാൻ പട്ടക്കാർ ബാധ്യസ്ഥരുമാണ്. അതുകൊണ്ട് അച്ഛന്മാർ ഡാൻസർമാരാകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് അഭിപ്രായം. ലഭ്യമായ സ്ഥാനവും പദവിയും അതിൻ്റെ ശ്രേഷ്ഠതയോടെ കാത്തുസൂക്ഷിക്കുവാൻ അവർക്ക് കഴിയണം. മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. പട്ടത്ത സ്ഥാനത്തെയും സ്ഥാനവസ്ത്രങ്ങളെയും ഗൗരവത്തോടെ കാണുന്ന അച്ഛന്മാർ നമുക്കുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഈ വിവാദ ഡാൻസുകൾ നടക്കുന്ന സമയത്ത് കൺവെൻഷൻ യോഗത്തിൽ സടകൊഴിഞ്ഞ സിംഹങ്ങൾ പലരും അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവരാരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് കണ്ടില്ല. കുട്ടികളുടെ യോഗത്തിലെ പട്ടക്കാരുടെ വിവാദ ഡാൻസും അത് സോഷ്യൽ മീഡിയ വഴി അവർ തന്നെ പ്രചരിപ്പിച്ചതും സംബന്ധിച്ച് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൗൺസിൽ അംഗം ശ്രീ ഷിജു അലക്സ് ചെന്നപ്പേട്ട സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ പോസ്റ്റ് ശ്രദ്ധേയമാണ്. ആ പോസ്റ്റ് ഇപ്രകാരമാണ്. ഷിജു അലക്സിൻ്റെ പോസ്റ്റിലേക്ക് 7 യുവപട്ടക്കാരും പിന്നെ യൂത്ത് ചാപ്ലിനും. മാർത്തോമാ സഭയിൽ ഈ വർഷത്തെ കൺവെൻഷനുകളുടെ സീസൺ 2025 മാരാമൺ കൺവെൻഷനോടുകൂടി പര്യവസാനിക്കും. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൺവെൻഷൻ ആയൂർ മാർത്തോമാ കോളേജ് കൺവെൻഷൻ നഗറിലാണ് പ്രത്യേകം തയ്യാറാക്കിയ താൽക്കാലിക പന്തലിൽ സംഘടിപ്പിച്ചത്. ഈ കൺവെൻഷനിൽ ശനിയാഴ്ച രാവിലത്തെ യോഗം കുട്ടികളുടെ കൂടിവരവായും ഉച്ചതിരിഞ്ഞുള്ള സമയം യുവതീ-യുവാക്കളുടെ കൂടിവരവായ യുവവേദിയായും നടത്തപ്പെട്ടിരുന്നു. ഇതിൽ കുട്ടികളുടെ കൺവെൻഷനിൽ 7 യുവപട്ടക്കാരും യൂത്ത് ചാപ്ലിനും ചേർന്ന് ഏകദേശം 1200ഓളം കുട്ടികളുടെ മുമ്പിൽ വച്ച് സദസ്സിനേക്കാളും പൊക്കത്തിലുള്ള കൺവെൻഷൻ്റെ പ്രധാന സ്റ്റേജിൽ ഡാൻസ് ചെയ്ത്
തുള്ളിച്ചാടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വിവാദ ചർച്ചയായിരുന്നു. ഈ സമയത്ത് തന്നെ മറ്റ് പല ഭദ്രാസനങ്ങളിലും കുട്ടികളുടെ കൺവെൻഷൻ നടത്തിയിരുന്നു. അവിടെയെങ്ങും ഇങ്ങനെയൊരു ഷോ കണ്ടിരുന്നില്ല. മറിച്ച് 1000-ലധികം വരുന്ന കുട്ടികളെ എല്ലാം ഒരേപോലെ പങ്കെടുപ്പിക്കുന്ന സദസ്സിൽ കുട്ടികൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് തന്നെ പാട്ടും ആക്ഷൻ സോങ്ങും എല്ലാം പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ സമാജം ടീമിനെ കണ്ടിരുന്നു. ഉദാഹരണത്തിനായി നിരണം മാരാമൺ ഭദ്രാസനത്തിലെ കുട്ടികളുടെ കൺവെൻഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ ഭദ്രാസന കൺവെൻഷൻ്റെ ഭാഗമായി നടത്തപ്പെട്ട കുട്ടികളുടെ കൺവെൻഷനിൽ ഈ 7 യുവപട്ടക്കാരോടും യൂത്ത് ചാപ്പിളിനോടും ചേർന്ന് പരിശീലനത്തിൽ പങ്കെടുത്തിരുന്ന കുട്ടികളെപ്പോലും ഒപ്പം കൂട്ടാതെ 1200-ലധികം വരുന്ന സൺഡേ സ്കൂൾ കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മുന്നിൽ വെച്ച് നടത്തിയ ഈ ഡാൻസ് ഷോ ഇവർ തന്നെ പിന്നീട് സ്വന്തം ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് അതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദപ്രതിവാദങ്ങൾ കണ്ടത്. കഴിഞ്ഞ വർഷം ഇതേ പരിപാടി ഇപ്പോഴത്തെ സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഭദ്രാസന എപ്പിസ്കോപ്പായുടെ സാന്നിധ്യത്തിൽ സദസ്സിൽ കുട്ടികൾക്കൊപ്പം ചേർന്നാണ് സംഘടിപ്പിച്ചത്. കുട്ടികളിൽ വളരെയധികം ആകർഷണമാണ് ഇങ്ങനെ ഒരേപോലെ എല്ലാ കുട്ടികളെയും ചലിപ്പിക്കുവാൻ കഴിയുന്ന ഇത്തരം പരിപാടികൾ. എന്നാൽ ഇവിടെ ഭദ്രാസന എപ്പിസ്കോപ്പായുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന സമയത്ത് ഈ 7 പട്ടക്കാരും യൂത്ത് ചാപ്ലിനും ആവേശഭരിതരായി സഭയിൽ നിന്നും പൊക്കത്തിലുള്ള സ്റ്റേജിൽ കയറി ഡാൻസ് ഷോ നടത്തുകയും അത് പിന്നീട് സ്വന്തം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും പ്രചരിപ്പിച്ച് മാർക്കറ്റ് ചെയ്യുകയും സെൽഫ് പ്രമോഷൻ നടത്തുകയും ചെയ്തതിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അത് ഏവരും കാണുന്നതും പൊതുവിമർശനത്തിന് കാരണമായി തീർന്നിട്ടുള്ളതുമാണ്. ഇത്തരത്തിൽ ആവേശഭരിതരാകുന്ന പട്ടക്കാരെയും ആത്മായരെയും നിയന്ത്രിക്കാൻ സഭയ്ക്കും സംഘടനകൾക്കും ശരിയായ നേതൃത്വമുണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഇതിനപ്പുറവും കണ്ടെന്നു വന്നേക്കാം. ഭദ്രാസന കൺവെൻഷൻ്റെ പ്രധാന സ്റ്റേജ് കൈയടക്കി 1200-ലധികം വരുന്ന കുട്ടികളെ സാക്ഷി നിർത്തി യുവപട്ടക്കാരും യൂത്ത് ചാപ്ലിനും തിമിർത്തത് അവരോടൊപ്പം പരിശീലിച്ചിരുന്ന കുട്ടികളെ കൂടി ചേർത്തുകൊണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ വിമർശനങ്ങളുടെ മുനിയെ മറികടക്കാമായിരുന്നു. സൺഡേ സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും കൺവെൻഷനുകളിൽ കാഴ്ചക്കാരാക്കി കൊണ്ടിരുത്തിയിട്ട് അവരെ സാക്ഷി നിർത്തി അവരുടെ പട്ടക്കാർ ഉൾപ്പെടുന്ന നേതൃത്വം ഇങ്ങനെ സ്റ്റേജിൽ കയറി തിമർക്കുന്നതിനെയും പിന്നീട് അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിനെയും ശക്തിയായി എതിർക്കുകയാണ്. ഇത്തരം രീതികൾ അവലംബിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് ഷിജു അലക്സ് ചന്നപ്പേട്ട ഭദ്രാസന കൗൺസിൽ അംഗം